വളരെ സ്നേഹമുള്ളവരെ, ശാലോൺ ടെലിവിഷനിലൂടെ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നമ്മൾ മഹത്വത്തിൻ്റെ സമ്പന്നത എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്നു. ദിവസത്തിൻ്റെ 3 നേരം നമ്മളിതിൽ കേട്ട് പ്രാർത്ഥിച്ച് ആരാധിച്ച് എവിടെയാണ് നമുക്ക് തകർച്ചകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കരകയറാം, ഒരുപാട് കുടുംബങ്ങളെ ഇന്ന് തകർത്തുകൊണ്ടിരിക്കുന്ന, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നവർക്കൊക്കെ പ്രത്യാശ നൽകുവാനായിട്ട് മഹത്വത്തിൻ്റെ സമ്പന്നത എന്ന ഈ ശുശ്രൂഷയ്ക്ക് ദൈവം വലിയ കരുണ ചൊരിഞ്ഞ് കൃപയായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയെ ആരാധിച്ചുകൊണ്ട് കർത്താവിന് മഹത്വം നൽകിക്കൊണ്ട് സന്തോഷത്തോടെ തന്നെ തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവവചനത്തിൽ പറയുന്നില്ലേ, സങ്കീർത്തനത്തിൽ 127 പറയുന്നുണ്ട്, കർത്താവ് നമ്മുടെ ഭവനം കാക്കുന്നില്ലെങ്കിൽ നമ്മുടെ കാവലും പണിയും ഒക്കെ വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ, കർത്താവ് കാവലിരുന്നില്ലെങ്കിൽ എല്ലാം നഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ സമയത്ത് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ കരം പ്രകടമാകാൻ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ, കർത്താവിൻ്റെ സാന്നിധ്യത്താൽ എല്ലാം നടക്കുവാൻ നമുക്ക് പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട്, കർത്താവിനെ ആരാധിച്ചുകൊണ്ട്, കർത്താവിന് പൂർണ്ണമായിട്ടും നമ്മുടെ ഭവനത്തെ ദൈവാനുഗ്രഹത്തിനായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? എൻ്റെ സങ്കടത്തിൽ പങ്കുചേരും ദൈവം ആശ്വാസം പകർന്നിടും. എന്നിൽ സന്തോഷത്തിൻ വേളയേകും, എന്നും ആനന്ദം പകർന്നിടും. പിഴവുകളേറ്റു ചൊന്ന ക്ഷമയരുളും, തിരുഹൃദയം എനിക്കായി തുറന്നു തരും. ഓ എൻ്റെ ദൈവമേ, ജീവൻ്റെ മാർഗമേ, നിന്നോടു ചേരട്ടെ ഞാൻ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈശോയുടെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. നഗബിലെ ജലപ്രവാഹങ്ങൾ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ദൈവം തന്നതല്ലാത്തതായിട്ടൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. തുറന്ന് വചന ശുശ്രൂഷയുടെ സമയത്ത് എപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ശാന്തമായിട്ട് ദൈവവചനം കേൾക്കാം. 127 സങ്കീർത്തനമാണ് നമ്മൾ തുടക്കത്തിലൊന്ന് പറഞ്ഞു.
കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ അല്ലെ ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണിത്. എന്ന് പറഞ്ഞാൽ നീ അലസനായി ഇരിക്കണം, ഒന്നും ചെയ്യേണ്ട, കിടന്നുറങ്ങിയാൽ മതി എന്നുള്ളതല്ല ഇത്. കർത്താവ് ചെയ്തു തന്നില്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാണെന്നുള്ളതാണ്. ഇതിന് തൊട്ടു മുമ്പിലുള്ള സങ്കീർത്തനമാണ് നമ്മൾ പ്രാർത്ഥനയായിട്ട് നടത്തിയത്. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒരു ഇസ്രായേൽ ജനത്തിൻ്റെ വലിയൊരു പ്രാർത്ഥനയാണ് സങ്കീർത്തനങ്ങൾ മുഴുവൻ. ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പഴയ നിയമത്തിലെ പ്രാർത്ഥനകൾ, അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ, ആദ്യ നൂറ്റാണ്ടുകളിലുള്ള പിതാക്കന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, രക്തസാക്ഷികൾ, വിശുദ്ധർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രാർത്ഥനകളെല്ലാം ഇരിക്കുന്നതാണ് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആനന്ദ ആഘോഷത്തോടെ കൊയ്യട്ടെ. കറ്റ ചുമന്നുകൊണ്ട് വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ നാട്ടിലേക്ക് മടങ്ങുന്നത്. അപ്പം ഇത് ദൈവം തരുന്നൊരു കാര്യമാണ്, ഈ സമൃദ്ധിയും സന്തോഷവും വൻ കാര്യങ്ങളും ഒക്കെ. അപ്പം ദൈവം തരാത്തതായിട്ടൊന്നുമില്ല. അപ്പം ദൈവം തരണമെങ്കിൽ പ്രിയപ്പെട്ടവർ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ദൈവം തരുന്നുണ്ട്. അതുപോലെ കർത്താവ് ഭവനം കാത്തുകൊണ്ട് എത്ര CCTVകളുണ്ട്, എത്ര വൻ മതിലുകൾ കെട്ടിയാലും, ഏതെല്ലാം നമ്മൾ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ സ്വത്തിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നോക്കിയാലും കർത്താവ് അതിനെ സംരക്ഷിച്ചില്ലെങ്കിൽ, സക്കറിയ 9:8 വചനത്തിൻ്റെതുണ്ടല്ലോ, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ദൈവഭവനത്തിന് ചുറ്റും ഞാൻ കാവൽക്കാരനെ നിർത്തിയിരിക്കുക, അല്ലെങ്കിൽ ഞാനതിന് കോട്ട കെട്ടി വേലി കെട്ടി സംരക്ഷിക്കുന്നു. കർത്താവിൻ്റെ കണ്ണവിടെയുണ്ട്. മറ്റെല്ലാ കണ്ണുകളെക്കാളും, ക്യാമറ കണ്ണുകളെക്കാളും വ്യക്തമായിട്ട് കർത്താവിൻ്റെ സംരക്ഷണമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവിക സംരക്ഷണം നമ്മുടെ ഉറപ്പാക്കണം, നമ്മുടെ സമ്പത്തിനും നമ്മുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾക്കുമൊക്കെ. അത് ഒരിക്കലും ഒരു നിരാശയിലേക്ക് പോകുന്നത് അത് ദൈവഭക്തിയിലേക്ക് വരില്ല. ഒരു നിരാശനായിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ദൈവഭക്തനല്ല. അപ്പം ഇതാണ് തിബേരിയസ് കടൽ തീരത്ത് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടിയാകുന്നതും അല്ലെങ്കിൽ നിരാശപ്പെട്ടു പോകുന്നതും ഒരിക്കലും നമുക്ക് ദൈവകൃപ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ദൈവിക ദാനങ്ങളെ കൊണ്ടുവരുന്ന, സമ്പത്ത് കൊണ്ടുവരുന്ന ഒരു കാര്യമല്ലത്. യോഹന്നാൻ്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതാണ്. ഇതിന് ശേഷം യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ അവരെ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്. അപ്പം ശിമയോൻ പത്രോസും ശിമയോനും അതുപോലെ ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസും ഗലീലിലെ കാനായിൽ നിന്നുള്ള നഥാനിയേലും സബദിയുടെ പുത്രന്മാരെല്ലാം അവർ ഒരുമിച്ചിരിക്കുമ്പോൾ ശിമയോൻ പത്രോസ് പറയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ഇനി ഞാൻ വീണ്ടും പഴയ പണിയിലേക്ക് പോവുകയാണ്. ഇനി ദൈവത്തിൽ ആശ്രയിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ ദൈവവിശ്വാസം കൊണ്ടിരുന്നിട്ടോ പ്രാർത്ഥനകൾ കൊണ്ടിരുന്നിട്ടോ ഇനി ഒന്നൊരു കാര്യമില്ല. ഇനി ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു, നിരാശയായി. ഇനി ഭക്തിയിലൊന്നും കാര്യമില്ല, ഇനി പ്രാർത്ഥനയിലൊന്നും കാര്യമില്ല, ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഇനി ഈ ദൈവികമായ ദൈവം എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ ദൈവം സഹായിക്കുമെന്ന് കരുതിയിരുന്നിട്ട് കാര്യമില്ല. ദൈവ വഴിയിൽ നിന്ന് വിട്ടുമാറിപ്പോവുക. പ്രിയപ്പെട്ടവരെ, പലരും ഈ നാശത്തിലേക്ക് പോയതെന്നറിയോ? ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ട്, ദൈവ വഴിയിൽ നിന്ന്. ഇപ്പം നമുക്ക് പാട്ടില്ലേ, ഗാനമുണ്ടല്ലോ, ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുത്, ദൈവമല്ലാതെ നിൻ്റെ ജീവിതം. അപ്പോൾ ദൈവത്തെ മറന്ന് പാപത്തിൻ്റെ വഴിയിലേക്ക് പോയിട്ട് അവസാനം വലിയ നിരാശയിലേക്ക്, രക്ഷപ്പെടാനാകാത്ത പ്രമാണങ്ങൾ ഒരു മടിയും കൂടാതെ ലംഘിക്കുന്നു. പ്രത്യേകിച്ചും സാബത്തിനെ നമ്മൾ വായിച്ച 58-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 11 വാക്യം കഴിഞ്ഞ് 12, 13 സാബത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്ന് നീ പിന്തിരിയുക. കാരണം ഞായറാഴ്ച ആചരണങ്ങൾ ഇനി ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്നിട്ട് ഇനി ഇപ്പോൾ ശിമയോൻ പത്രോസ് നേതാവായിരിക്കുന്ന. ഇതാണ് ലൂക്കാസ് സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ വചനത്തിൽ ഈശോ പ്രത്യേകമായിട്ട് തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പായിട്ട് പറയാണ്, ശിമയോൻ ശിമയോൻ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ ഉദ്യമിച്ചിരിക്കുന്നു. അതായത് എൻ്റെ മരണശേഷം ഒരുപാട് തകർച്ചകളിലൂടെ നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതായത് ഒരു ദൈവം തന്നെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ദൈവത്തെ വിട്ടുപോകും. അത് പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും പാവം ചെയ്യുന്നു. പക്ഷേ പ്രതിസന്ധികൾ വരുമ്പോൾ അത് കൂടുതലാണ്. ചില ആളുകൾ പറയല്ലേ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇത്ര കൃഷി ചെയ്തു, വാഴ നട്ടു, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് ആരംഭിച്ചു, പുതിയൊരു IT കമ്പനി ഞാൻ തുടങ്ങി വെച്ചു,
പ്രാർത്ഥിച്ചും പള്ളിക്ക് കൊടുക്കാനുള്ള കൊടുത്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യമൊക്കെ ചെയ്തു. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇടവുകളിലൊക്കെ ഇരിക്കുമ്പോൾ ചില വീട് സന്ദർശനമൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ ചില ആളുകളെ പള്ളിയിൽ കാണുന്നില്ല, ചില ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്നില്ല. അപ്പോൾ അവർ ജീവിത പങ്കാളിയോ മാതാപിതാക്കളോ മക്കളോ ഒക്കെ വന്നിട്ട് പറയും, അച്ഛാ ഇപ്പം ഭയങ്കര മദ്യപാനത്തിലേക്ക് പോയിരിക്കും, അവിടെ കടുത്ത നിരാശയിലേക്കാണ്, വീട്ടിൽ ഭയങ്കര വഴക്ക്, വലിയ ദേഷ്യമാണിപ്പം, ആർക്കും ഒന്നും മിണ്ടത്തില്ല. പള്ളി പോണ കാര്യം പറയുമ്പോഴും വൈദികരെക്കുറിച്ച് സഭയെക്കുറിച്ചൊക്കെ പറയുമ്പം ഭയങ്കര ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? ഇനി ഞാൻ ഇതിൻ്റെ പിന്നാലെ ഇനി മേലെ പള്ളി പോയാൽ വിളിച്ചേക്കരുത്. കാരണം എന്താണ്? ചിലപ്പോൾ നമ്മളവിടെ വീട്ടിൽ ചെന്ന് അവരെ സംസാരിക്കുമ്പോഴാണ്, അച്ഛാ ഞാൻ പ്രാർത്ഥിച്ചാണ് എല്ലാം ചെയ്തത്, ഞാൻ ഈ ധ്യാനം കൂടിയിട്ട് പിന്നെ കൃത്യമായ രീതിയിൽ ബിസിനസ് തുടങ്ങിയതും പള്ളി വന്നതും ഞായറാഴ്ച കുർബാനയ്ക്ക് വന്നതൊക്കെ എന്തിനാണെന്നറിയോ? ഇനിയൊരു തകർച്ച ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ എന്നിട്ടോ ഞാൻ തുടങ്ങി വെച്ച ആ സംരംഭം തകർന്നു പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ നിസ്സാരമായ രീതിയിൽ ലളിതമായ രീതിയിൽ ഈ കാര്യത്തെ അവതരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇത് വലിയൊരു ഇതായിട്ട് ഞാൻ ഇനി പ്രാർത്ഥനയില്ല, ഇനി പഴയ പണിക്ക് ഇനി വീണ്ടും ഉണ്ടല്ലോ, ഞാൻ പാപത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഞാൻ മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ വഴിയിലൂടെ വന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇനി സാബത്ത് ആചരിക്കാൻ തുടങ്ങി, കൽപ്പനകൾ പാലിക്കാൻ തുടങ്ങി, വിശുദ്ധിയിൽ ജീവിക്കാൻ തുടങ്ങി, എന്നിട്ടും വീണ്ടും തകർച്ചയിലേക്ക് മാറിയിരിക്കും. ഇതാണ് തിബേരിയസ് കടൽ തീരം അതിൻ്റെ വലിയൊരു ഉദാഹരണം. ഇത് ആരാ? അപ്പസ്തോല പ്രമുഖനായിരുന്ന പത്രോസ് തന്നെ വിളിക്കുന്നത്, വരൂ ഞാൻ മീൻ പിടിക്കാൻ പോകും. ഇനി ഉപേക്ഷിച്ചതാണ് വഞ്ചിയും വലയും ഒക്കെ. ഇതെന്താ? നിരാശ ആ ദൈവഭക്തി നഷ്ടപ്പെടുത്തി കളയുന്നു. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് തന്നെ വിളിയുടെ കലപ്പയിൽ കൈവച്ചവൻ പിന്തിരിഞ്ഞു നോക്കരുതെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. നിന്റെ പിതാവിനെ സംസ്കരിക്കാൻ പോലും, അത് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ. ക്ഷണിക്കപ്പെട്ടവർ, വിരുന്നിന് വിളിച്ചവർ ഇനി വേറൊന്നിലേക്കും പോകരുത്, ഈ വിരുന്നിലേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ 3 വർഷം നടന്ന് പരിശീലനം കൊടുത്ത പ്രിയപ്പെട്ടവരെ, കർത്താവ് നേരിട്ട് ട്രെയിനിങ് കൊടുത്ത അപ്പസ്തോലന്മാരുടെ സ്ഥിതി ഇതായി കഴിയുമ്പോൾ സാധാരണക്കാരായ അതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ പെട്ടെന്ന് വീണ്ടും പഴയ പാപത്തിലേക്ക്, പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിയ വസ്ത്രം, എഫെസസ് ലേഖനത്തിൽ പറഞ്ഞ പോലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ചെന്നിട്ട് വീണ്ടും വിശുദ്ധിയിലൊക്കെ ജീവിക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ, തകർച്ച നേരിട്ട് കഴിയുമ്പോൾ എന്താണ്? വീണ്ടും ആ പഴയ വസ്ത്രം ധരിക്കാൻ പോകും. അപകടമാണ് പ്രിയപ്പെട്ടവരെ. അത് വലിയ കെണിയാണെന്നുള്ളത് അത് പിശാച് ഒരുക്കുന്നതാണത്, നിരാശ കൊണ്ടുവരുന്നത്. നമുക്ക് ഈ ജൂബിലി വർഷത്തിൻ്റെ ആപ്തവാക്യം തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ ഞാൻ ജീവിക്കുമെന്നുള്ളത്. ആ പാട്ടിൽ ഇലപൊഴിയും കാലങ്ങളൊക്കെ പറയും, പ്രത്യാശയോടെ ദൈവത്തെ നോക്കിയാൽ അവൻ ഉത്തരം തരും, പ്രത്യാശയോടെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉത്തരം തരും. പക്ഷേ ഇത് നഷ്ടപ്പെട്ടിട്ട് പാപത്തിൻ്റെ വഴിയിലേക്ക് ഒരുപാട് പേരുടെ തകർച്ചയുടെ കാരണമായത് വീണ്ടും തമ്പുരാൻ എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ പാപത്തിൻ്റെ കുഴിയിലായിരുന്നു, പാപത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് തകർച്ചകൾ സംഭവിച്ചു, കൽപ്പനകൾ ലംഘിക്കപ്പെട്ടു, പല പ്രമാണങ്ങളെയും ദൈവത്തെ അറിയാതെ കാലഘട്ടങ്ങൾ അതാണ് പറഞ്ഞത് റോമാലേഖനത്തിൽ പറഞ്ഞത്, ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ എന്ന് പറഞ്ഞാൽ, അറിവില്ലാതിരുന്ന കാലത്ത് വിഗ്രഹങ്ങളുടെ പുറകെ പോയി, അറിവില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ ഒരുപാട് തിന്മകൾക്ക് അടിമയായി തീർന്നു, ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു. ഈ അറിവിലേക്ക് വന്ന ശേഷമുള്ള ആ ഒരു സാഹചര്യമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത്. അത് വലിയൊരു കെണിയാണ്. അത് തിബേരിയാസ് അനുഭവമാണിത്. ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ് ഹെബ്രായ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 26 മുതൽ പ്രത്യേകമായിട്ട് ഹെബ്രായ ലേഖകൻ അത് പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല. അപ്പം പാപത്തെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് അറിവ് ലഭിച്ചു, ഈശോയെക്കുറിച്ച് അറിഞ്ഞു, എന്നിട്ട് ഈശോ വളർത്താൻ തുടങ്ങി, നമ്മുടെ ജീവിതങ്ങളെ തളിർക്കാൻ തുടങ്ങി, പ്രത്യാശ തരാൻ തുടങ്ങി. ആ അറിഞ്ഞ ശേഷം പിന്നീട് ഒരു തകർച്ച ഉണ്ടായി കഴിയുമ്പോൾ ഒരു 3 ദിവസത്തെ താൽക്കാലികമായ ഒരു തകർച്ച, ഈശോയുടെ കുരിശുമരണവും ഉത്ഥാനത്തിനും തമ്മിലുള്ള ഒരു അന്തരം എന്ന് പറയുന്നത് സമയവ്യത്യാസം 3 ദിവസത്തെയാണ്. പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്തു? ദൈവത്തിൽ നകലാൻ, അല്ലെങ്കിൽ അതിനുശേഷം കർത്താവ് പ്രത്യാശ നഷ്ടപ്പെട്ട ശിഷ്യന്മാർ അവർ വീണ്ടും മീൻ പിടി. അപ്പം കർത്താവ് ആ കടൽ തീരത്തോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? എന്നിട്ട് ഈശോ അവർക്ക് വേണ്ടി പ്രാതലൊരുക്കുന്ന കാര്യം, വന്ന് ഭക്ഷിക്കുവിൻ, വന്ന് നിങ്ങൾ എൻ്റെ കൂടെ പ്രഭാത ഭക്ഷണം കഴിക്കുവിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ ഇതുപോലെ നമ്മുടെ അടുത്ത് വരും. അത് ദൈവം നമ്മളെ കരുതലോടെ കാത്തിരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഉത്ഥാനം ചെയ്തവൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും, നമുക്ക് വേണ്ടി വിരുന്നൊരുക്കും, അവിടുന്ന് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടും എന്നുള്ള കാര്യത്തില്ല. പക്ഷേ ഈ അനുഗ്രഹം അവകാശമാക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പക്ഷെ പാപത്തിൻ്റെ വഴിയിലേക്ക് പിന്നെയും പിന്തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, പഴയ മാർഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, അതാണ് സത്യത്തെക്കുറിച്ച് അറിവ് ലഭിച്ച ശേഷം വീണ്ടും പാപം ചെയ്താൽ ഉണ്ടാകുന്ന കാര്യം. അതായത് ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയെ ഒക്കെയാണത്. ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുക. ഇനി പ്രാർത്ഥിച്ചിട്ട് എന്നാ കാര്യം?
ശിമോൻ പത്രോസ് പുച്ഛിച്ച് തള്ളി എന്ന് പറഞ്ഞില്ല, ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് ആ വല ഉപേക്ഷിക്കാൻ പറഞ്ഞത്. മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും പാപത്തിൻ്റെ വഴിയിലേക്ക്, വീണ്ടും പഴയ മാർഗത്തിലേക്ക് പോകുന്നു. അതിനെ മറ്റൊരു രീതി വ്യാഖ്യാനിച്ചാൽ എങ്ങനെയാണ്? നമ്മൾ പുച്ഛിച്ചു തള്ളുന്നൊരവസ്ഥ. ഇനി പള്ളിയിൽ പോയിട്ട് കാര്യമില്ല, ഞായറാഴ്ച ആചരിച്ചിട്ട് കാര്യമില്ല, കൽപ്പനകൾ പാലിച്ചിട്ട് കാര്യമില്ല, ശരീരത്തിൻ്റെ വിശുദ്ധി ആസൂക്ഷിച്ചിട്ടില്ല. എന്നിട്ട് അതാണ് ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ സത്യത്തെക്കുറിച്ച് അറിവ് ലഭിച്ച ശേഷം, അറിവ് ലഭിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടം പ്രിയപ്പെട്ടവരെ, അത് അജ്ഞതയുടെ കാലഘട്ടം, അത് അറിവില്ലാത്ത കാലഘട്ടമാണത്. ദൈവാനുഗ്രഹം എന്താണെന്നോ ദൈവകൽപ്പനകൾ എന്താണെന്നോ ഉള്ള ഗ്രാഹ്യമില്ലാത്തൊരു സമയം. അപ്പം അറിഞ്ഞ ശേഷം പോകുന്നത് അത് വലിയ അപകടത്തിലേക്കാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് നമുക്ക് പരീക്ഷണങ്ങൾ വരും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന് പരീക്ഷ കൂടാതെ ഫുൾ A+ഉം വിജയവും ഒരു സ്ഥലത്തും അവകാശപ്പെടാൻ പറ്റില്ല. +2 പഠിക്കുമ്പോഴാണെങ്കിലും IAS-നാണെങ്കിലും അതിൻ്റെ വേണ്ടത്ര ആ ഒരു ഗൗരവതരമായ പരീക്ഷണങ്ങൾ നേരിട്ടേ പറ്റുള്ളത്. അപ്പം നമുക്ക് ഭൗതികമായ വളർച്ചയിലും എല്ലാ കാര്യത്തിലും ഇതുണ്ട്. ഈ ഒരു ടെസ്റ്റ് ഉണ്ടത്, ഒരു പരീക്ഷ കഴിഞ്ഞിട്ടേ ഒരു റിസൾട്ടുള്ളൂ. അപ്പം എന്നിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു ഭയങ്കരമായ ന്യായവിധി ഉണ്ടാകും. കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ കൃപയുടെ ആത്മാവിനെ നശിപ്പിച്ച് കളയരുത്. നമുക്കൊരു കൃപ നിറഞ്ഞ ജീവിതം, പരിശുദ്ധമായിട്ട് പറഞ്ഞില്ലേ, കൃപ നിറഞ്ഞവളെ സ്വസ്തി. അതുകൊണ്ട് കൃപ നിറഞ്ഞൊരു ജീവിതം നയിക്കണമെങ്കിൽ വിശുദ്ധി ഉണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഏറ്റവും വിശുദ്ധിയോടെ ജീവിക്കണം. അതായത് അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി പത്രോസ്ലിയുടെ ലേഖനത്തിൽ പത്രോസ്ലിയ പറഞ്ഞില്ലേ, അതായത് അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ കൊടുക്കാതെ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെടാം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം കൊടുക്കാനായിട്ട് വിളിക്കപ്പെടാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നവരായി മാറണം. അത് നിരാശ നമ്മളെ അനുഗ്രഹത്തിൽ നിന്ന് വരും. പാപത്തിലേക്കുള്ള പോക്ക് അനുഗ്രഹം നഷ്ടപ്പെടുത്തി കളയും. കൽപ്പനകൾ ലംഘിക്കുന്നത്, ഞായറാഴ്ച ആചരണങ്ങൾ, ഇവിടെ നിസാരമായിട്ട് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പോകാനും പറയുന്നുണ്ട്. അനുഗ്രഹം പ്രതീക്ഷിക്കുന്ന ഒരു ഹൃദയം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. ദൈവാനുഗ്രഹം പ്രതീക്ഷിക്കുന്ന ഒരു ഹൃദയം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അതെന്താണ്? അതെന്ത് പ്രതീക്ഷിക്കുന്നു അതാണ് നമ്മൾ ലഭിക്കുക. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ലത് തന്നെയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമുക്ക് മുൻ അനുഭവങ്ങളായിരിക്കാം ഈ പ്രത്യാശയൊക്കെ നഷ്ടപ്പെടാനായിട്ട് നമുക്ക് കാരണമായിത്തീരുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്, ഞാനിങ്ങനെ കർത്താവിൻ്റെ കൂട്ടത്തിൽ, പത്രോസ്ലിയുടെ കാര്യം പറഞ്ഞ പോലെ, ഞാനിങ്ങനെ കർത്താവിൻ്റെ കൂട്ടത്തിൽ നടന്നിട്ട് പിന്നെയും അവന് കൊല്ലപ്പെട്ടു, കുരിശിൽ തൂക്കപ്പെട്ടു, മരിച്ചടക്കി, അവൻ ഉത്ഥാനം ചെയ്തെന്നൊക്കെ മറ്റു ചില സ്ത്രീകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മുൻ അനുഭവങ്ങൾ എന്താണ്? ഇനി ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അനുഗ്രഹം പ്രതീക്ഷിക്കുന്നൊരു ഹൃദയം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ദൈവാനുഗ്രഹം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുടെ ഹൃദയം രൂപപ്പെടുത്തിയെടുക്കണം. അങ്ങനെയുള്ളവനെയാണ്, അതായത് ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞത്. സങ്കീർത്തനം 107:38 പറയുന്നുണ്ട്, അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അവരുടെ എണ്ണം പെരുകി. ദൈവാനുഗ്രഹം കൊണ്ട് അവരുടെ എണ്ണം പെരുകി, അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ അവിടുന്ന് സമ്മതിച്ചില്ല. അപ്പോൾ ഈ ദൈവാനുഗ്രഹം പ്രതീക്ഷിക്കുന്നൊരു ഹൃദയം രൂപപ്പെടുത്തിയെടുത്തപ്പോണ്ടല്ലോ, ദൈവം അവരുടെ എണ്ണത്തെ വർദ്ധിപ്പിച്ചു. പഴയ നിയമത്തിൽ ഇസ്രായേൽക്കാരുടെ. പക്ഷേ ഇസ്രായേൽക്കാർ എന്ന് പാപം ചെയ്തോ അന്ന് കഠിനമായ ശിക്ഷ ഏറ്റെടുത്തു. വിഗ്രഹങ്ങൾക്ക് പൂജ അർപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ ദൈവഹിതത്തിന് എതിരായിട്ട് സംസാരിച്ചപ്പോൾ, കാനാൻ ദേശം ഉറ്റുനോക്കാനായിട്ട് ജോഷുവ കാലബും ഒക്കെ കൂടി പോയി കഴിയുമ്പോൾ അവരെന്ത് ചെയ്തു? ഉറ്റുനോക്കാൻ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർ കള്ളം പറഞ്ഞപ്പോൾ, ഭയന്നു പോയപ്പോൾ, എപ്പോഴെല്ലാം ഇസ്രായേൽ ജനം പാപം ചെയ്തിട്ടുണ്ടോ, അനുഗ്രഹത്തെക്കുറിച്ച് ദൈവാനുഗ്രഹത്തിൻ്റെ വഴികളെ ചിന്തിക്കാതിരുന്നോ, അപ്പോഴെല്ലാം വലിയ നാശം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹം തുടങ്ങിക്കഴിഞ്ഞപ്പോഴോ എണ്ണം പെരുകി തുടങ്ങി. അതുകൊണ്ട് നമുക്ക് ദൈവാനുഗ്രഹമുള്ള കുടുംബങ്ങളാകാൻ വേണ്ടി പറയണം. എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ ഒരു ഹൃദയം രൂപപ്പെടുത്തിയെടുക്കണം, ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട്. റോമാലേഖനം 8:31 നമ്മൾ കാണുന്നത്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമ്മുടെ എതിര് നിൽക്കും? അതുകൊണ്ട് ദൈവം നമ്മളെ കൂട്ടി നിർത്തണം. എന്താ? വിശുദ്ധി. അത് 1ാം സ്ഥാനത്ത് നിർത്തണം. പ്രാർത്ഥന നമുക്കുണ്ടാകണം, ദൈവാശ്രയ ബോധം ഉണ്ടാകണം, ദൈവാനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കണം. പഴയ നിയമ ഗ്രന്ഥങ്ങൾ മുതൽ വായിച്ചു നോക്കണം. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൈവവഴിയിലൂടെ സഞ്ചരിച്ചവർ. അപ്പോൾ ഈ നിരാശയിലേക്ക് പോകാതെ കർത്താവ് വന്നിട്ട് പറഞ്ഞിട്ട്, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? നമുക്കുള്ളത് കൊടുക്കാനായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി വലതുവശത്തേക്ക് വലയിടാനായിട്ട് ദൈവം നമുക്ക് വീണ്ടും ഈ വലതുവശം ഒരു റൈറ്റ് ചോയ്സ് ദൈവം നമുക്ക് എടുത്തു തരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കണമെങ്കിൽ എന്നാണ് പാപം വെടിയണം, മനസ്താപത്തിൻ്റെ വിശുദ്ധിയുടെ അടുക്കൽ കുമ്പസാരിച്ച് എന്ന് പറഞ്ഞാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അത്
എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഭക്തരെ സങ്കീർത്തനം 22, അതായത് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ചൊല്ലി പ്രാർത്ഥിച്ച സങ്കീർത്തനം, അത് എന്തുകൊണ്ട് ദൈവമേ എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ച ആ സങ്കീർത്തനത്തിൻ്റെ 23-ാമത്തെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ, അധ്യായത്തിൻ്റെ വാക്കുകളിലേക്ക് വരുമ്പോൾ, ഈശോ തൻ്റെ പരിത്യക്തൻ്റെ രോദനവും പ്രത്യാശയുമാണ് 22-ാം സങ്കീർത്തനം മുഴുവൻ. എന്നാൽ അതിൻ്റെ 23-ാമത്തെ വാക്യങ്ങളിൽ വരുമ്പോൾ പറയണം, കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ സ്തുതിക്കുവിൻ, യാക്കോബിൻ്റെ സന്തതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ, ഇസ്രായേൽ മക്കളെ അവിടുത്തെ സന്നിധിയിൽ ഭയത്തോടെ നിൽക്കുവിൻ. എന്തെന്നാൽ പീഡിതൻ്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല, തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചു വെച്ചുമില്ല. അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു. മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. അവിടുത്തെ ഭക്തരുടെ മുമ്പിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും. അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും. അപ്പം കർത്താവിനെ പ്രകീർത്തിക്കുന്നവർ, അന്വേഷിക്കുന്നവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും. അതുകൊണ്ട് ഈ കർത്താവിനെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഒരിക്കലും കർത്താവിൻ്റെ മാർഗത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകരുത്. അപ്പോൾ ആ സങ്കീർത്തനത്തിൽ തന്നെയാണ് 18, 16 വാക്യങ്ങളിലൊക്കെ പറഞ്ഞത്, നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു, അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു, അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു, എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി, അവർ എന്നെ തുറിച്ചു നോക്കുന്നു, അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു, എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു. ഇതെല്ലാം സംഭവിച്ച ശേഷം പ്രിയപ്പെട്ട ഈ ഭീകര ദുരിതങ്ങളും തകർച്ചകൾ, ഇന്ന് വലിയ തകർച്ചയിലാണോ, നിരാശയിലാണോ? കർത്താവ് പറയണം, നീ കർത്താവിനെ പ്രത്യാശയോടെ കാത്തിരിക്കണം, അവിടുത്തെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കണം. ഈ തകർച്ചയുടെ സമയത്തും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അത് ദൈവവചനത്തിലൂടെ നമുക്ക് നൽകുന്ന ഒരു വലിയ നിർദ്ദേശമാണത്. ആ സമയത്ത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക, പാപത്തിലേക്ക് പോവുക, എല്ലാം തീർന്നു എന്ന് കരുതുക, ഇത് വലിയൊരു അപകടമാണത്. ഇന്ന് കുടുംബസമേതം, കാരണം ഉണ്ടല്ലോ ചില ആളുകൾ, എനിക്കൊരു ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കുക. ആത്മഹത്യ ചെയ്യാൻ പോയൊരു മനുഷ്യൻ, ഞാനൊരു പള്ളിയിൽ കൊച്ചച്ഛനായിരിക്കുമ്പോഴാണ്, ഒരു യാക്കോബായ സമുദായത്തിലുള്ള സഹോദരനാണ്, അതായത് ഒരുപക്ഷെ ഈ ടോക്ക് കേൾക്കുമായിരിക്കും. ആത്മഹത്യ ചെയ്യാൻ പോയ സമയത്ത് സുഹൃത്തായിരിക്കുന്ന ആ ഇടവക്കാരനായിരിക്കുന്ന ചേട്ടൻ അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കാണുക, വണ്ടിയിൽ വെച്ച് കാണുക, കൂട്ടിക്കൊണ്ട് വണ്ടിയിൽ വെച്ച് കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ബസ്സിൽ വേറെ സ്ഥലത്ത് ലോഡ്ജിൽ മുറിയെടുത്ത് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. കാരണം എന്താണ്? കടബാധ്യതകൾ കയറിയപ്പം ജീവിത പങ്കാളിയുടെ കുറ്റപ്പെടുത്തൽ, എല്ലാവരുടെയും ഭാഗത്തുനിന്നും ഒറ്റപ്പെടുക്കുന്നൊരവസ്ഥ. അപ്പോൾ ആ മനുഷ്യൻ ഓർത്തു, ഇനി വീട്ടിലൊക്കെ ആത്മഹത്യ ചെയ്താലും ശരിയായല്ല, വേറെ എവിടെയെങ്കിലും പോയി ലോഡ്ജിൽ പോയി മുറിയെടുത്ത് മരിച്ചേക്കാം. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ ആ ബസ്സിൽ വെച്ച് ഇദ്ദേഹത്തെ കാണുന്നതും പിടിച്ചു കൊണ്ടുവന്ന് പള്ളിമുറി കൊണ്ടുവരുന്നതൊക്കെ. എനിക്കും കൊച്ചച്ഛനായിരിക്കുന്ന സമയത്ത് എന്ത് ഉപദേശം, അധികമൊന്നും പ്രായോഗിക പരിശീലനങ്ങളും ഇല്ല, അറിവൊന്നുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. പക്ഷേ എന്തൊക്കെയോ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം ദിവസം കുർബാനയുള്ള കത്തോലിക്ക ദേവാലയത്തിലൊന്നും അല്ല അദ്ദേഹം അംഗമായിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും ഒന്ന് കുർബാനയ്ക്ക് പോവുക, ചെയ്ത തെറ്റിനെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് അനുദപിക്കുക. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് എന്നും കുമ്പസാരം ഇല്ല അച്ഛാ. ഞാൻ പറഞ്ഞു, സാരമില്ല, ദൈവസന്നിധി പോയി ഒന്ന് അനുദപിച്ച് പ്രാർത്ഥിക്കുക, എന്നിട്ട് കർത്താവിനെ ആശ്രയിക്കുക, ആത്മഹത്യയൊന്നും ചെയ്യേണ്ട, പ്രത്യാശയോടെ കാത്തിരിക്കുക, ദൈവത്തിന് നന്ദി പറഞ്ഞ് എല്ലാ ദിവസവും ഈ ജീവിതത്തെ ഓർത്ത്. ചേട്ടൻ ഇത്രയും കഴിവില്ലേ, ചെറിയ കൂലിപ്പണി എടുത്താൽ പോരെ, കടബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ചേട്ടന് ചെറിയ ചെറിയ പണിയൊക്കെ എടുത്ത് എല്ലാ ദിവസവും പള്ളിയിൽ പോയി എല്ലാ ദിവസവും കുർബാനയ്ക്കും. അപ്പം അന്നേരമാണ് ഞാൻ യാക്കോബായ സഭ എന്ന് പറയാൻ കാരണം, ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ പള്ളി കുർബാനയുള്ള അച്ഛാ. അപ്പം ഞാൻ പറഞ്ഞു, അടുത്തുള്ള കത്തോലിക്ക പള്ളിയിൽ പോയി കുർബാനയ്ക്ക് വിടുന്നതിന് ചേട്ടന് സങ്കടമുണ്ടോ? ഒരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷമുള്ള അച്ഛാ, അച്ഛന് വഴി പറഞ്ഞു തന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്കറിയാവുന്നതിൽ വെച്ച് വലിയൊരു സമ്പന്നനാണ് അദ്ദേഹം. കടബാധ്യതകൾ മുഴുവൻ മാറി. അദ്ദേഹം ചെയ്ത കാര്യമാണ്, എല്ലാ ദിവസവും കുർബാന പറഞ്ഞു, എല്ലാ ദിവസവും പോയി ദൈവത്തിന് നന്ദി പറഞ്ഞു. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചതുപോലും പാവമാണെന്ന് കരുതി അത് ഏറ്റുപറഞ്ഞു. പാപത്തിൻ്റെ ഇനിയും നിരാശനായിട്ട് ആ തിബരിയാസ് കടൽ തീരത്തേക്ക് മീൻ പിടിക്കാൻ പോയ പത്രോസിനെ പോലെ മറ്റു ശിഷ്യന്മാരെ പോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ അങ്ങനെ കൊണ്ട് ഒടുക്കരുത്. സത്യത്തെക്കുറിച്ച് അറിവ് ചില വിശേഷം വീണ്ടും മനഃപൂർവ്വം നാം പാപം ചെയ്യാൻ പോകരുത്, വീണ്ടും പാപത്തിൻ്റെ വഴികളിലൂടെ പോകരുത്. കർത്താവ് പറയാണ്, അതായത് അവിടുത്തേക്ക് തിരിയുകയും ചെയ്യും. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും. എന്തെന്നാൽ രാജ്യത്വം കർത്താവിൻ്റേതാണ്, അവിടുന്ന് എല്ലാ ജനതകളെയും ഭരിക്കുന്നു. അപ്പോൾ നമ്മളിനി ആരാധനയ്ക്ക് വരുമ്പോൾ എല്ലാ ജനതയും ഇതുപോലെ തകർന്നു പോയവരും വീണ്ടും പാപത്തിലേക്ക് പോകാൻ പ്രേരണ തോന്നിയവർ, വീണ്ടും 50 ദിവസമൊക്കെ നോമ്പെടുത്ത് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും 50 ദിവസം നിയോഗം വെച്ചു, അല്ലെങ്കിൽ ഉടമ്പടി എടുത്തു, അല്ലെങ്കിൽ 9 നൊവേന കൂടി, അല്ലെങ്കിൽ ഈ 50 ദിവസം ഭയങ്കര ഉപവാസവും പരിത്യാഗം എടുത്തു, എല്ലാ വെള്ളിയാഴ്ചയും കുരിശുമല കയറി, എന്നിട്ട് ഒരു രക്ഷയില്ല. 50 നോമ്പും കഴിഞ്ഞിട്ട് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. മാർച്ച് മാസത്തിൻ്റെ ഇയർ എൻഡിങ്ങും കഴിഞ്ഞു, കണക്ക് ക്ലോസ് ചെയ്തപ്പോഴും കടം വീട്ടാൻ പറ്റിയില്ല.
ജപ്തി നടപടികൾ വീണ്ടും ശക്തമായി മാറി. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രാർത്ഥന വേണ്ട എന്ന് പോയിരിക്കുന്നവരോട് കർത്താവ് പറഞ്ഞു, എല്ലാ ജനതകളും എൻ്റെ മുമ്പിൽ ആരാധന അർപ്പിക്കും, എല്ലാവരും എന്നെ പ്രകീർത്തിക്കും. മർത്യരെല്ലാവരും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞല്ലേ, അമാവാസി മുതൽ അമാവാസി വരെ, സാബത്ത് മുതൽ സാബത്ത് വരെ മർത്യരെല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ, അവർ എന്നെ ആരാധിക്കട്ടെ. നമുക്ക് എല്ലാം മറന്ന് കർത്താവിനെ ആരാധിക്കാം. അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട ഒരു ജനതയാണ് നമ്മൾ. നശിച്ചു പോകാനായിട്ട് ഈ കിട്ടിയതല്ല ക്രൈസ്തവ ജീവിതം. വീണ്ടും പാപത്തിലേക്ക് തിബേരിയസ് കടൽ തീരത്തെ പോലെ നിരാശ നിറഞ്ഞ് മീൻ പിടിക്കാൻ പോകുന്ന ആ ശിഷ്യന്മാരെ പോലെ പോകേണ്ടവരല്ല നമ്മൾ. കർത്താവിനെ നമുക്ക് ആരാധിക്കാം, കർത്താവിനെ നമുക്ക് പ്രകീർത്തിക്കാം, കർത്താവിന് നന്ദി പറയാം. നമുക്ക് കിട്ടിയ കഴിവുകളെ ഓർത്ത് ആ കഴിവുകൾ വെച്ച് നമുക്ക് വീണ്ടും അധ്വാനിക്കാം. സമയമായിരിക്കാം, സത്യസന്ധതയായിരിക്കാം, വിശ്വസ്തതയായിരിക്കാം, ആരെയും സഹായിക്കാനുള്ള മനസ്സായിരിക്കാം, വീണ്ടും നമുക്ക് നൽകിയിരിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കാം, സന്തോഷത്തോടെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ വേണ്ടിയിരിക്കാം. അതിലൂടെ കർത്താവ് നിന്നെ വീണ്ടും അനുഗ്രഹമാക്കി മാറ്റും. നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് മുട്ടിൽമേൽ നിന്ന് കർത്താവിനെ ആരാധിക്കാനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മിശിഹാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കോടാക്കോടി തൻ ദൂത സൈന്യവുമാ മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരുന്നേശു മിശിഹാ. കോടാക്കോടി തൻ ദൂത സൈന്യവുമാ മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരുന്നേശു മിശിഹാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ
നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവു നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. കരങ്ങൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വിളിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, കർത്താവേ, ആരാധന, ഈശോയെ ആരാധന. സ്തുതിക്കുന്നു ഈശോയെ ആരാധന. നന്ദി പറയുന്നു കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ആരാധന, ആരാധന, ഈശോയെ ആരാധന. കർത്താവു ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവു നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. ദിവ്യകാരുണ്യമായി സ്നേഹത്തിൻ്റെ രാജാവായി തൻ്റെ മക്കളുടെ നിലവിളിക്ക് ഉത്തരം നൽകാൻ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറുമ്പോൾ, തകർച്ചകൾ തുടർച്ചയായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, പലപ്പോഴും വിശ്വാസം ക്ഷയിച്ച് വിശുദ്ധി നഷ്ടപ്പെട്ട് ഞങ്ങൾ അകന്നു പോയിട്ടുണ്ടല്ലോ. എബ്രായ ലേഖനത്തിൽ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്: തൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. അവൻ പിന്മാറുകയാണെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വചനമാണിത് പറഞ്ഞത്. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. സത്യത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ച ശേഷം വീണ്ടും മനഃപൂർവ്വം പാപം ചെയ്യുന്നവരുടെ അവസ്ഥ, അവർക്ക് വേണ്ടി പിന്നെ അർപ്പിക്കപ്പെടാൻ ബലിയില്ല. ഈശോയുടെ കൂടെ നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അവനിൽ വിശ്വസിച്ച് ഇവനാണ് ലോകത്തിലേക്ക് വരാനിരിക്കുന്ന രക്ഷകൻ, നിത്യജീവന്റെ വചസ്സുകൾ ഇവന്റെ പക്കലുണ്ട്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു എന്നെല്ലാം പ്രഖ്യാപിച്ച പത്രോസ്ലീഹായാണ് വീണ്ടും ഈശോയുടെ മരണത്തിന് ശേഷം എല്ലാം തകർന്നു. ഇനി പഴയ വഞ്ചിയും വലയുമൊക്കെ എടുത്ത് പഴയ ജോലിയിലേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും തിബേരിയാസ് കടൽ തീരത്ത് മീൻ പിടിക്കാൻ പോകുന്ന പത്രോസിനെ നാം കണ്ടു. ഇവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ തകർച്ചയുടെ വഴികളിൽ നിന്ന് കരകയറി വിശ്വസിച്ച് വീണ്ടും പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ലാതെ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലെത്തിയ ശേഷവും ചില സമയത്ത് ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുന്നവര്, നിരാശയുള്ളവൻ ദൈവഭക്തനല്ല എന്ന് നാം കണ്ടു. പ്രത്യാശയില്ലാത്തവനെ ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നമുക്കിന്ന് ഈ സമയം ആരാധനയിൽ പ്രാർത്ഥിക്കാൻ കർത്താവേ, ചില തിരിച്ചടികൾ, തകർച്ചകൾ ചിലപ്പോൾ തുടർച്ചയായി ആവർത്തിക്കപ്പെടുമ്പോൾ ഞങ്ങളും പരാജയപ്പെട്ടു പോകുന്നു, പിന്മാറിപ്പോകുന്നു. കർത്താവേ, ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ ഗണത്തിൽ നിന്ന് ഞങ്ങൾ മാറിപ്പോകുക, നിത്യജീവൻ പ്രാപിക്കേണ്ട വഴികൾ അടഞ്ഞു പോകുക. ആ യുവാവിനോട് ഈശോ പറഞ്ഞു, നിത്യജീവൻ സ്വന്തമാക്കണമെങ്കിൽ
നിനക്കുള്ളതെല്ലാം വിൽക്കണം. ചില സമയത്ത് സമ്പാദിച്ചതൊക്കെ നഷ്ടപ്പെടുത്താൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. ഈ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമാകാതിരിക്കാൻ കർത്താവ് പ്രത്യേകം പഠിപ്പിക്കും. കർത്താവെ, ഞങ്ങളിതാ വലിയൊരു ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിരാശ എന്ന വലിയൊരു തിന്മ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ. പ്രത്യാശയാകുന്ന ഫലം നൽകണമേ. വലിയ ആഗ്രഹത്തോടെ വിശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് കർത്താവ് പറയുകയാണ്, വചനത്തിലൂടെ പറയുകയാണ്, ധനത്തിൻ്റെ അപഹരണങ്ങൾ പലപ്പോഴും ധനം നഷ്ടപ്പെട്ടപ്പോഴും നിങ്ങൾ സന്തോഷത്തോടെ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. കാരണം ഈ നഷ്ടപ്പെടുന്ന ധനത്തേക്കാൾ വലിയ ശാശ്വതമായ ധനം, സ്വർഗത്തിലെ അടങ്ങാത്ത നിക്ഷേപം, വലിയ സമ്പാദ്യം ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുകയാണ്. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. വീണ്ടും നിരാശയിലേക്ക്, പഴയ പണികളിലേക്ക്, പഴയ ജോലികളിലേക്ക്, പാപത്തിലൂടെ പണം സമ്പാദിക്കുന്ന മാർഗങ്ങളിലേക്ക് ഇനി മടങ്ങിപ്പോകരുതെന്ന് ഈശോ നമുക്ക് താക്കീത് നൽകിയ. പഴയ മനുഷ്യനെ വീണ്ടും ധരിക്കരുതെന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. കർത്താവ് നിങ്ങളെ നിരന്തരം നയിക്കുകയുള്ളൂ. കർത്താവ് നമ്മുടെ വഴികളൊക്കെ സുഗമമാക്കിക്കൊള്ളും. കർത്താവ് ഈ പ്രതിസന്ധികളുടെ, പ്രയാസങ്ങളുടെ കാലഘട്ടങ്ങളിൽ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യം ഇടയ്ക്കിടയ്ക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി ഒരിക്കലും ആ പഴയ മനുഷ്യനെ ധരിക്കരുത്. പത്രോസ്, ശമയോൻ പത്രോസും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസും സബദീ പുത്രന്മാരും ഒക്കെ വീണ്ടും മീൻ പിടിക്കാൻ വലയുമായിട്ട് വഞ്ചിയിലേക്ക് പോകുന്ന ആ കാഴ്ച ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കർത്താവ് വീണ്ടും പറയാം, മക്കളെ, നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ടോ? എല്ലാം നഷ്ടപ്പെട്ടിട്ട് വീണ്ടും ഒന്ന് നിരാശരായി വീണ്ടും അധ്വാനിച്ചിട്ട് നേടാനാവാതെ ഉണ്ടാകുന്ന ഒരു തകർച്ചയുണ്ടല്ലോ. ഈശോ പറയുകയാണ്, അവിടെയും ഈശോ വരും. ആ കടൽ തീരത്ത് വന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? മക്കളെ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? നിങ്ങൾ വിശക്കുകയല്ലേ? ഇതാ കർത്താവ് ഈ ദിവ്യകാരുണ്യമായിട്ട് നമ്മൾ പല മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മഹത്വത്തിൻ്റെ സമ്പന്നത നൽകുന്ന യേശു ക്രിസ്തു വഴി എല്ലാം നൽകാൻ കഴിയുള്ള കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. മക്കളെ, വാ, പഴയ വഴികൾ ഇനി പോകരുത്. ചിലപ്പോൾ നിരാശ കയറി വീണ്ടും പഴയ പാപമാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കാൻ നീ പോകുന്നുണ്ടെങ്കിൽ, ആ ധനത്തേക്കാൾ വലിയൊരു ധനം സ്വർഗത്തിൽ ഞാൻ കരുതി വച്ചിട്ടുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ ശാശ്വതമായ ധനത്തിലേക്കാണ്. ആത്മധൈര്യം നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവെ ഞങ്ങളിതാ പ്രാർത്ഥിക്കുകയാണ്. അതിന് വലിയ പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. കർത്താവിൻ്റെ വചനം പറയുക, മക്കളെ, ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും, അവൻ താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ഇരുകരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി, കർത്താവെ, വലിയൊരു ആത്മധൈര്യം നൽകണമേ. കർത്താവെ, വരാനിരിക്കുന്ന ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഈ ലോകത്തിൻ്റെ ധനവും സമ്പാദ്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടാലും ഇനിയും നിരാശരാകാതെ, പ്രത്യാശ നശിക്കാതെ, കർത്താവെ, വലിയ ആത്മധൈര്യത്തോടെ നിന്നെ പിൻചൊല്ലുവാൻ, ഇനി ഒരിക്കലും പാപത്തിന്റെ വഴികൾ ഞാൻ എടുക്കില്ല. തെറ്റായ മാർഗങ്ങളിലൂടെയാണ് സമ്പാദിച്ചതെങ്കിൽ അതിതാ വെറുത്തുപേക്ഷിച്ചിരിക്കുന്നു. കർത്താവ് എനിക്ക് സമൃദ്ധി നൽകുന്നവനാണ്. കർത്താവ് എന്നെ പരിപാലിക്കുന്ന ദൈവമാണ്. ഒന്നിനെ കുറിച്ച് നീ ആകുലപ്പെടേണ്ട, ഒന്നിനെ കുറിച്ച് നീ അസ്വസ്ഥനാകേണ്ട എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനായ, തന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനായതുകൊണ്ട്, അത് വിചാരിച്ചതുകൊണ്ട് പാപപ്രായം കവിഞ്ഞിട്ടും സാറാ വിശ്വാസം പോലെ ഗർഭധാരണത്തിന് വേണ്ടി ശക്തി പ്രാപിച്ചതുപോലെ കർത്താവേ, ഞങ്ങളോട് വാഗ്ദാനം ചെയ്യുന്ന കർത്താവ് വിശ്വസ്തനാ. ഞങ്ങൾ കല്ലലില്ലാതെ, അലച്ചിലില്ലാതെ, ദുരിതങ്ങളില്ലാതെ ജീവിക്കാനുള്ള വഴികൾ കർത്താവ് ഒരുക്കും. ആ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി ഈശോയെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ ആഗ്രഹത്തോടെ, വലിയ തീഷ്ണതയോടെ വിളിക്കാം. കർത്താവേ, ഇനി പാപത്തിന്റെ വഴികൾ എടുക്കുവാൻ, നിരാശനായി പുറകോട്ട് പോകുവാൻ എന്നെ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ വലിയ ധൈര്യം നൽകണമേ. സ്ലീഹന്മാരെ വീണ്ടും ധൈര്യപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. കടൽ തീരത്ത് വന്ന് ഞങ്ങളുടെ വിശപ്പറിഞ്ഞ്, ഞങ്ങളുടെ ദുരിതങ്ങൾ അറിഞ്ഞ്, ഞങ്ങളുടെ തകർച്ച അറിഞ്ഞ് വീണ്ടും ഞങ്ങളെ മാറോട് ചേർക്കുന്ന കർത്താവേ, ആ സ്നേഹം എല്ലാ മക്കളിലേക്ക് ഇപ്പോൾ ചൊരിയണമേ. വലിയ ധൈര്യം നൽകണമേ, വലിയ കൃപ നൽകണമേ. ആഗ്രഹത്തോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, 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 വലിയ പ്രത്യാശയുടെ തീരത്തേക്ക് ഞങ്ങളെ വിളിക്കണമേ. കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കർത്താവേ, കർത്താവേ, എഴുന്നള്ളി വരണമേ. കടൽ തീരത്ത് വന്ന് അവിടുന്ന് സ്ലീഹന്മാരെ തന്നോട് ചേർത്ത് നിർത്തിയതുപോലെ
അവരുടെ വിശപ്പ് ശമിപ്പിച്ചതുപോലെ കർത്താവെ, ഞങ്ങളുടെയും ഇനി ഒരിക്കലും പഴയ വഴികളിലേക്ക് മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. തകർച്ചകൾ നേരിടുമ്പോൾ പാപത്തിന്റെ വഴിയിലേക്ക് വീണ്ടും പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ച് ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇരുകരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ആരാധന, ആരാധന. കരങ്ങളടിച്ച് കർത്താവ് തിബേരിയാസ് തീരത്ത് തീ കൂട്ടി അതിലപ്പവും മീനും ഒരുക്കി കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. മക്കളെ, ഇനി നിങ്ങൾക്കുള്ളത് കൊണ്ടുവാ, നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. കർത്താവ് പറയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാതൽ ഒരുക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ സമൃദ്ധമായിട്ട് നൽകാൻ കഴിവുള്ളവനാണ്. ആ കർത്താവിനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ആ കർത്താവിനെയാണ് നിങ്ങൾ യേശുവും രാജാവും കർത്താവുമാണെന്ന് വിശ്വസിച്ച് ഏറ്റു പറയുന്നത്. ആ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ അവിടുന്ന് സന്നദ്ധനാണ്. കരങ്ങളടിച്ച്, നന്നായി കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. വലിയ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. ഇനി ഒരിക്കലും പാപത്തിന്റെ വഴിയിലേക്ക് എത്തുകയും പോകില്ല. കർത്താവ് വീണ്ടും അനുഗ്രഹിക്കും, വീണ്ടും തകർച്ചയിലേക്ക് പോകും. പ്രകാരം വീണ്ടും വീണ്ടും വീഴാനല്ല വിളി. കരങ്ങളടിച്ച് കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴിന. ഇരുകരങ്ങൾ ഉയർത്തി ശംഖുപൊട്ടി വിളിക്കുന്നു, യേശുവേ ആരാധന, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കു എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 37-ാമത്തെ വാക്യം പറയുക: ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ?
നമ്മൾ പാടിയതുപോലെ റോമാലേഖനം 8-ാം അധ്യായം 31-ാമത്തെ വചനം, കർത്താവിൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? പ്രിയപ്പെട്ടവരെ, ഈ സമയം ഈ ആരാധനയുടെ ആശീർവാദത്തിനൊക്കെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ വലിയൊരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഭവനങ്ങളിലായിരിക്കുന്നവർ ഇപ്രകാരം മുട്ടിൽമേൽ നിൽക്കാൻ സാധിക്കുന്നവരെ മുട്ടിൽമേൽ നിൽക്കാം. കർത്താവിൻ്റെ കരം പിടിച്ച് കർത്താവ് കൂടെയുണ്ടെന്നുള്ള വലിയ ധൈര്യത്തോടു കൂടി ഇനി ശിഷ്ടകാലം ജീവിക്കുവാൻ നമ്മൾ വചന ശുശ്രൂഷയിൽ കേട്ടതുപോലെ അനുഗ്രഹം പ്രതീക്ഷിക്കുന്ന ഒരു ഹൃദയം രൂപപ്പെടുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ കൊടുക്കാതെ അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവർ. അതുകൊണ്ട് അനുഗ്രഹം പ്രതീക്ഷിക്കുന്ന ഒരു ഹൃദയം നമുക്കിപ്പോൾ രൂപപ്പെടുത്തിയെടുക്കാം. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം മുട്ടിന്മേലായിരിക്കാം. കർത്താവേ, ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ, യാത്രയിൽ ദിവ്യകാരുണ്യ നാഥനെ ആരാധിക്കുന്നവർ, കർത്താവിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ, ജീവിതം തകർന്നുവെന്ന് കരുതി നിരാശയിലേക്ക് ആയിരിക്കുന്നവർ, ആത്മഹത്യ ചിന്തിക്കുന്ന കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളെ പോലും നശിപ്പിച്ചുകൊണ്ട് വലിയ തകർച്ച നേരിടുന്ന, വലിയ വിശ്വാസം തകർന്ന് ആത്മധൈര്യം നഷ്ടപ്പെട്ടവർ, സ്വർഗത്തിലെ ധനസമ്പാദനത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഈ ഭൂമിയിലെ ധനമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് കരുതി സ്വർഗീയ കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടവരായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം അവിടുന്ന് ആശീർവദിക്കണമേ. അങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് വലിയ പ്രത്യാശ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തികളെല്ലാം പ്രാർത്ഥിക്കട്ടെ, മനസ്സുരുകി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അനുഗ്രഹം പ്രാപിക്കുന്ന, അനുഗ്രഹം പ്രതീക്ഷിക്കുന്ന ഒരു ഹൃദയം എനിക്ക് രൂപപ്പെടുത്തണം. കർത്താവ് സഹായിക്കും, കർത്താവ് എന്നെ പരിപാലിക്കും, കർത്താവ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഈ സമയം വിശ്വസിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. ഈ സമയം കർത്താവിൻ്റെ വലിയൊരു ശക്തി നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ബന്ധനത്തിന്റെ ദുരാത്മാക്കൾ, നിരാശയുടെ എല്ലാ ആത്മാക്കളും വിട്ടുമാറിപ്പോകട്ടെ. ഇനി ഒരിക്കലും മടങ്ങി വരുന്നത് കരുതി പഴയ പാപത്തിലേക്ക്, പാപത്തിന്റെ വഴികളിലൂടെ പണം സമ്പാദിക്കാനുള്ള എല്ലാ പ്രലോഭനങ്ങളും ഈ സമയം കർത്താവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അഴിയട്ടെ. കർത്താവിന്റെ നാമത്തിൽ അനേകം ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. കർത്താവെ, അനേകം വ്യക്തികളെ നശിപ്പിക്കുന്ന ചിന്തകൾ ഈ സമയം ദൈവശക്തിയാൽ വ്യാപരിച്ചുകൊണ്ട്, ദൈവശക്തി വ്യാപരിച്ചുകൊണ്ട് കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും ശ്രദ്ധിക്കട്ടെ. ആത്മഹത്യയുടെ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, നിരാശയുടെ, പാപത്തിന്റെ വഴികളിലൂടെ വീണ്ടും പണം സമ്പാദിക്കാനുള്ള എല്ലാ ആഗ്രഹങ്ങളും ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. അനേക സ്ഥാപനങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. അനേക സഭയുടെ കൂട്ടായ്മകളിൽ നിന്ന് ഈ സമയം അപ്രകാരമുള്ള ചിന്തകൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിലേക്ക് നോക്കുവാൻ, അത് കർത്താവാണെന്ന് തിരിച്ചറിയാൻ, ഈ വിളി നൽകുന്നത് ദൈവമാണെന്ന് തിരിച്ചറിയാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും അവിടുത്തെ വലിയ കരുണ ചൊരിയണമേ. വലിയ മനോധൈര്യം നഷ്ടപ്പെടാതിരിക്കുവാൻ, ആത്മവിശ്വാസം വീണ്ടെടുക്കുവാൻ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. കനിയേണമേ ദൈവ പിതാവേ, കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. കർത്താവ് നമുക്ക് വലിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകട്ടെ. സങ്കീർത്തന പുസ്തകം 107-ാം അധ്യായം 38-ാമത്തെ വചനം നമ്മൾ കേട്ടു. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അവരുടെ എണ്ണം പെരുകി, അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ അവിടുന്ന് സമ്മതിച്ചില്ല. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 22-ാമത്തെ വാക്യം. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകുന്ന സമ്പത്ത്, കർത്താവ് നൽകുന്ന സൗഭാഗ്യം, അതിൽ കുറവുകൾ സംഭവിക്കുമ്പോൾ, ചില പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ, ചില പരാജയങ്ങൾ നേരിടുമ്പോൾ വീണ്ടും പഴയ മാർഗത്തിലേക്ക് പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത്
ഈശോയുടെ ആശീർവാദം കിട്ടുമ്പോൾ കർത്താവെ അങ്ങനെ വീണ്ടും പോയതിൻ്റെ കുറ്റബോധങ്ങൾ, നീറുന്ന നൊമ്പരങ്ങൾ, വേദനിക്കുന്ന വീണ്ടും പാപം ചെയ്തതിൻ്റെ വലിയ വേദനകൾ, കുറ്റബോധവും എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും നമുക്ക് തമ്പുരാൻ്റെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ വലിയ കരുണ തോന്നി ഞങ്ങൾക്ക് വീണ്ടെടുപ്പിൻ്റെ ഒരു അഭിഷേകം, വീണ്ടും ശക്തി പ്രാപിക്കുന്ന, കർത്താവിൽ ആശ്രയിച്ചിട്ട് ഭഗ്നാശനാകാത്ത ശ്വാസത്തിൻ്റെ വലിയ ധൈര്യം, കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആരും എനിക്കെതിരായിട്ട് വരില്ല എന്നുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകുവാൻ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ തരത്തിലുള്ള തിന്മയുടെ അരൂപികൾ, പാപത്തിൻ്റെ ബന്ധനങ്ങൾ, കെട്ടുകൾ ഈ ആരാധനയുടെ ആശീർവാദ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.